all, welcome to Wish School YouTube channel. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം this is the first episode, okay? ഇതൊരു ഫസ്റ്റ് എപ്പിസോഡാണ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു സീരീസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടും. സോ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക്, share, and also please subscribe to our YouTube channel, and please don't forget to enable the notification bell. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ചെറിയൊരു ഇൻട്രോ ആണ് തന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തുന്നതെന്നും അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് വിഷ് സ്കൂൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റ്? ഓക്കെ, അപ്പം ഈ ഒരു കംപ്ലീറ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിയാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും കിട്ടുന്നതെന്ന്. ബിക്കോസ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞു തരേണ്ടത്, അല്ലേ? അപ്പം അവിടെ ഞാൻ പ്രാക്ടിക്കലായിട്ട് എനിക്ക് അവിടെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? പ്രാക്ടിക്കലായിട്ട് തുടക്കത്തിലേ നിങ്ങളെ കൊണ്ടുപോയി ക്യാമ്പയിൻ ക്രിയേഷനിലേക്കും അല്ലെങ്കിൽ കൺവേർഷൻ ട്രാക്കിങ്ങും ഒക്കെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും, ഇല്ലേ? അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ബേസാണ്. ബേസ് ലെവലിൽ നിന്ന് നമ്മൾ പതുക്കെ സ്ലോലി അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? സോ ദാറ്റ് ഇസ് എ ഫൗണ്ടേഷൻ, റൈറ്റ്? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫൗണ്ടേഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് അറിയാതെ നമുക്ക് പോയി ക്യാമ്പയിൻ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? വാട്ട് എക്സാക്ട്ലി ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഇല്ലാതെ നിങ്ങളൊരു ബിൽഡിങ് കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കുറേ കഴിയുമ്പോൾ ഈ ബിൽഡിങ് തകർന്ന് വീഴും, അല്ലേ? കാര്യം അടിയുറപ്പ് വേണം, അല്ലേ? ആ ഒരു അടിയുറപ്പ് ഇല്ലെങ്കിലാണ് വീഴുന്നത്. അപ്പം നമ്മൾ ബേസ് കെട്ടിയിട്ട് പതുക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വെച്ച് പതുക്കെ നമ്മൾ ഒരു ബിൽഡിങ് കെട്ടാനായിട്ട് പോകുന്നത്. അപ്പം തുടക്കം നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് വാട്ട് എക്സാക്ട്ലി ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അതിൽ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും മോഡേൺ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മളൊരു എവല്യൂഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഈ ഒരു സെഗ്മെന്റിലേക്ക്, ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റൂ, അല്ല? ഇപ്പം മനുഷ്യന്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെയും എവല്യൂഷൻ ഒരു ഭയങ്കര ഫാസ്റ്റപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർനെറ്റിന്റെ എവല്യൂഷനും വളരെ ഫാസ്റ്റപ്പ് ആയിരുന്നു, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഫോണിന്റെ ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺസിന് മുന്നേ കീപാഡ്സ് ആയിരുന്നു, അല്ലേ? ആ സമയത്ത് ഒറ്റൊരു ബ്രാൻഡേ ഉള്ളു നമ്മുടെ എല്ലാവരുടെ മനസ്സിലോട്ട് ഓടുന്നു. അത് തന്നെ നോക്കിയ ബ്രാൻഡാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്, അല്ലേ? പിന്നീട് അതിന് ശേഷമാണ് പല ഇപ്പം മൈക്രോമാക്സ് വന്നു, ബ്ലാക്ക്ബെറി വന്നു, അങ്ങനെ പല കീപാഡ്സുകളും വന്നു. അതിൽ തന്നെ ഡിസൈൻസിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. പിന്നീടാണ് സ്മാർട്ട് ഫോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? ഒരു 2012-13 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് സ്മാർട്ട് ഫോൺസ്, ആ ഒരു സ്മാർട്ട് ഡിസ്പ്ലേസ് ഒക്കെ വന്നു. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ 2007, 8, 9 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് സെർച്ച് എൻജിൻസ് അല്ലാതെ സോഷ്യൽ മീഡിയാസ് ആ സമയത്തൊക്കെ, അതായത് നമ്മുടെ ഫേസ്ബുക്കൊക്കെ വരികയാണ്. 2000 സമയത്താണ് ശരിക്കും, 2000 തൊട്ടാണ് ശരിക്കും സോഷ്യൽ മീഡിയാസ് വരുന്നത്. പക്ഷെ ഈ 2000-ലൊക്കെ സോഷ്യൽ മീഡിയാസ് വന്നെങ്കിലും കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്ന ഒരു എക്സാക്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012, 13, 14 ഒക്കെ ആയപ്പോൾ ആളുകൾ ശരിക്കും ഒന്ന് യൂസ് ചെയ്തു തുടങ്ങി. പണ്ട് കമ്പ്യൂട്ടറിലായിരുന്നു ഈ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ പിന്നീടാണ് മൊബൈൽ ഫോൺ വരുന്നതും. ആളുകൾ മൊബൈൽ ഫോൺ ഇൻ ദ സെൻസ് സ്മാർട്ട് ഫോൺസ് ആണ് ഞാൻ പറയുന്നത്. ഡിസ്പ്ലേ കുറച്ചുകൂടിയൊക്കെ വലുതായി സ്മാർട്ട് ടച്ച് ഫോൺ തന്നെ വരുന്നത്. ആ സമയത്ത് ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം
നമ്മുടെ ഓഡിയൻസ് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ആയിരിക്കണം നമ്മളുടെ പരസ്യങ്ങൾ കാണിക്കേണ്ടത് അല്ലേ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മെറ്റ, അതായത് നമ്മുടെ ഫേസ്ബുക്ക്, പണ്ട് ഫേസ്ബുക്ക് എന്നാണ്, പിന്നീടാണ് ഇപ്പോൾ പേരൊക്കെ മാറ്റി മെറ്റ എന്നാക്കിയത്. അപ്പം ഫേസ്ബുക്ക് എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നമ്മളുടെ പരസ്യം കാണിച്ചുകൂടാ, ബിസിനസ്സുകാർക്ക് പ്രോഫിറ്റബിൾ ആക്കിക്കൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ക്യാമ്പയിൻസും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം അതിലേക്കൊക്കെ പോവാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 2000 ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 10 ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയാസിലോട്ടുള്ള ആക്റ്റീവ്നെസ് വരികയാണ്. പണ്ടത്തെ ആ ഒരു 2010 നിന്നും 2026 ഒരു കമ്പാരിസൺ എടുക്കുമ്പം ആ സമയത്ത് നമുക്ക് നെറ്റ് പോലും പ്രോപ്പറായിട്ട് ഇന്നത്തെ പോലെ 4G 5G അൺലിമിറ്റഡ് ഒന്നും ഇല്ലായിരുന്നു. ഒരു കൂപ്പൺ നമുക്ക് ഉണ്ട്, അത് ഇത്ര രൂപയ്ക്ക് നമ്മൾ മേടിക്കും, അത് സ്ക്രാച്ച് ചെയ്ത് അതിലൊരു നമ്പറൊക്കെ ഇട്ട്, ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റും പെട്ടെന്ന്, 80s കിഡ്സിനും ഒക്കെ കുറച്ചുകൂടി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു നമ്പേഴ്സൊക്കെ കോപ്പി ചെയ്ത് നമ്മൾ മറ്റേ ഹാഷ്ടാഗ് ഒക്കെ വെച്ചിട്ടല്ലേ ഇതൊക്കെ വെച്ചിട്ട് റീചാർജ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുക. ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇന്നത്തെ പോലത്തെ അൺലിമിറ്റഡ്, അതുപോലെ തന്നെ എത്ര GB എന്നൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് KB-യുടെ കണക്കുകളായിരുന്നു അല്ലേ. ആ ഒരു ടെലികോം ഇൻഡസ്ട്രി, നിങ്ങൾക്ക് ടെലികോം ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ചസ് മനസ്സിലാകും അല്ലേ. അതായത് എത്ര പെട്ടെന്നായിരുന്നു. 2010 നിന്ന് 2026 നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫ് അറ്റ് ദ പീക്കിലാണ് നിൽക്കുന്നത്. ഇനിയും ഉറപ്പായിട്ട് ഈ 5G മാറി അടുത്ത ഇതിലേക്ക് വരികയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം വൈഫൈസ്, ഈവൻ KSRTC പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പ്രൊജക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എൻ്റർടൈൻമെൻറ്റ്, അറ്റ് ദ എൻഡ് എൻ്റർടൈൻമെൻ്റ് ആണ് ആളുകൾ നോക്കുന്നത്, റൈറ്റ്. ഇന്ന് ആളുകൾ മതിലൂടെ നോക്കി പോകുന്നതോ അല്ലെങ്കിൽ ഒരു ബോർഡ് നോക്കി പോകുന്നതോ വളരെ കുറവാണ്. ഇന്ന് ആളുകൾ എപ്പോഴും നടന്നു പോകുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്താണ് പോകുന്നത്. ഇവൻ സീബ്ര ക്രോസ് ചെയ്യുമ്പോൾ പോലും ഈ ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് പോകുന്നത്. ആളുകൾ അത്രത്തോളം അഡിക്റ്റീവ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എവിടെയാണോ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് കേട്ടോ, എവിടെയാണോ ആളുകൾ ഉള്ളത് അവിടെ നമ്മുടെ പരസ്യം കാണിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തുള്ള പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം കാണിച്ചുകൂടാ അല്ല. അപ്പം ടെലികോം, ഇപ്പം അവൈലബിലിറ്റി ഓഫ് ദ ഇന്റർനെറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് N നമ്പർ. നമുക്ക് ഫ്രീ വൈഫൈസ് അവൈലബിൾ ആണ്. ഈവൻ റീചാർജ് ഇപ്പം എമൗണ്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ട് 200-300 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു 350-400 രൂപയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ല സർവീസ് 400-500 രൂപ കൊടുക്കണം, ഒരു മാസം 500 രൂപ സ്പെൻഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ ആ സ്പെൻഡിങ് പവർ ഒന്ന് നോക്കിയേ, 500 rupees പെർ മന്ത് നമുക്ക് ഇതുപോലെ ചാർജ് ചെയ്യാനായിട്ട് പോകേണ്ടി വരും. അപ്പം ആളുകൾ റെഡിയാണ് അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ടെലികോം ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നത്, എമൗണ്ട് കൂട്ടി കൊടുക്കുന്നത്. ഇനി നമ്മളൊന്ന് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലേക്ക് പോയിട്ട്, ഇത് നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് ആണ് കേട്ടോ. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലേക്ക് പോയി പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പരസ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്? ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡ് എങ്ങനെയായിരുന്നു? പണ്ട് നോട്ടീസ് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും നോട്ടീസ് കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കൊടുക്കുന്ന അളവ് കുറഞ്ഞു. പണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ അങ്ങനത്തെ കുഞ്ഞു നോട്ടീസുകൾ മാത്രമേ വരൂ. അല്ലാതെ വീടുകൾ തോറും കൊണ്ടു കൊടുക്കുന്ന പരിപാടികൾ നിർത്തി പല കമ്പനീസും. ഇപ്പോൾ കൊടുക്കാറുണ്ട്, റോഡിലൊക്കെ വളരെ അപൂർവമായിട്ടേ കൊടുക്കാറുള്ളൂ, വളരെ കുറച്ചു. കാര്യം കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ കോസ്റ്റിൻ്റെ കാര്യം പറയുമ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ പരസ്യത്തിൽ കൊടുക്കുന്നതും നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലെ പരസ്യത്തിന് നമ്മൾ കൊടുക്കുന്ന, അതായത് ചിലവാക്കുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ 5 ഇരട്ടി കൂടുതലാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാൻ, ഞാനൊരു പോസ്റ്റർ, ഇപ്പോൾ പോസ്റ്റർ എനിക്ക് 1-2 പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലേ. അതായത് കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര പേർക്ക് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ 10 ലക്ഷം ആളുകൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 10,000 ആളുകൾ കാണുമായിരിക്കും. എനിക്ക് 10,000 എന്ന് പറയുമ്പോൾ ചെറിയ എമൗണ്ട്, അതൊരു കുഞ്ഞൊരു ഏരിയ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. 10,000 പേര്, ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുത്താൽ തന്നെ കാണും ആ പഞ്ചായത്തിനകത്ത് ഇത്ര പേര്, അപ്പോൾ ഇത്ര ലക്ഷം ആളുകൾ കാണും. അപ്പം ഞാൻ ഇത്രയും ലക്ഷം ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ അവർ കണ്ടിട്ട് അതിൽ ആരെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല എത്ര പേര് കണ്ടു എന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു വാർഡ് എടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ 10 ലക്ഷം ആളുകളുണ്ട്. ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ 10 ലക്ഷം കോപ്പീസ് ആയിരിക്കും എടുക്കുന്നത് അല്ലേ.
ഈ 10 ലക്ഷം വീട്ടിലേക്കും ഞാനായിരിക്കത്തില്ല ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്, ഞാൻ ഒരാളെയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് അതിൽ നിന്ന് അവസാനം എനിക്ക് കൗണ്ട് കിട്ടത്തില്ല എത്ര പേര് കണ്ടു കണ്ടില്ല എന്നുള്ളത്. ഞാൻ ഈ 10 ലക്ഷം വീടുകളിലേക്ക് കൊടുത്താലും എല്ലാം 10 ലക്ഷം വീടുകളിലേക്കും കറക്റ്റ് എത്തണം എന്നില്ല. ഒരു 5 ലക്ഷം നമുക്ക് കൂട്ടാം. ഈ 5 lakhs വീടുകളിലേക്ക് എത്തിയാലും അതിൽ എത്ര പേര് കണ്ടു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലർ എന്ത് ചെയ്യും, അത് വേറെ പേർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്, ചിലർ അത് എവിടെയെങ്കിലും വലിച്ചെറിയാറുണ്ട്, ചിലർ നോക്കാറുണ്ട്, ചിലരത് കത്തിക്കാറുണ്ട്. ഇങ്ങനെ പല സോഴ്സസിന് യൂസ് ചെയ്യാം അല്ലേ. അപ്പം അവിടെ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് മണി വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓരോ നോട്ടീസിന് ഞാൻ ഇത്ര പൈസ വെച്ചിട്ടായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 10 ലക്ഷം പോസ്റ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പം ഇത്ര ലക്ഷം രൂപ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് ഇത്ര പേരെങ്കിലും വന്ന് പർച്ചേസ് ചെയ്താലേ എനിക്കത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എന്താണ്, എനിക്കിത് നഷ്ടമാണ്. ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് 10 ലക്ഷം മാത്രമല്ല, പിന്നെ ഞാൻ 10 ലക്ഷം പേപ്പർ പ്രിന്റ് ചെയ്യാൻ അറൗണ്ട് ഒരു 1 lakh or 2 lakh rupees ഞാൻ ആവറേജ് ആണ് എടുക്കുന്നത്. അതെന്നല്ലാതെ കൂടുതലാവും. ഞാനപ്പോൾ ഒരു എത്ര പറയാം, ഒരു 2 ലക്ഷം രൂപ പ്രിന്റിങ്ങിനായിരുന്നു വിചാരിക്കാം. പിന്നെ ഇത് ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കണം. അപ്പോൾ അയാളുടെ ഇത്ര ദിവസത്തെ എന്താണ് പറയുക, വേജസ് ഞാൻ കൊടുക്കണം, പ്ലസ് അയാളുടെ ട്രാവലിംഗ് അലവൻസ്, ഫുഡ് എല്ലാം കൂടി ഞാൻ കൊടുക്കണം. ഇതുപോലെ ഒരാൾക്ക് 10 ലക്ഷം ഒരു ദിവസം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 10 ലക്ഷം നോട്ടീസ് ഇത്ര പേർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എംപ്ലോയീസിനെ ഞാൻ എടുക്കണം അല്ലേ. അപ്പോൾ പേഴ്സൺ വേജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഞാൻ ഒരു ദിവസം 500 1000 അങ്ങനെ ആണെങ്കിൽ ഞാൻ 10 പേരുണ്ടെങ്കിൽ 10000, 10 10 കൂടുതലുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച്, ഇപ്പോൾ 20 പേരാണെങ്കിൽ അതനുസരിച്ച് ഞാൻ എടുക്കണം. പ്ലസ് അവരുടെ വണ്ടിക്കൂലി വരുന്നു, പ്ലസ് അവരുടെ ഇത് വരുന്നുണ്ട്, എന്താ ഫുഡ് വരുന്നത്, ഇതെല്ലാം ഞാൻ കൊടുക്കാൻ റെഡി ആയിരിക്കണം. അപ്പോൾ എൻ്റെ കോസ്റ്റ് വരുമ്പോൾ 2 ലക്ഷം ഞാൻ പ്രിന്റ് ചെയ്തെങ്കിലും പിന്നീട് ഞാനത് ട്രാൻസ്പോർട്ട് വഴി എൻ്റെ സ്ഥലത്ത് എത്തിച്ച് അവിടുന്ന് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 1 lakh കൂടി എക്സ്ട്രാ ആവാം, അല്ലെങ്കിൽ ഒരു 50,000 പോട്ട് എക്സ്ട്രാ ആവാം. അപ്പം ഞാൻ ഈ 2.5 ലക്ഷം രൂപ മുടക്കി ഇത്രയും ആളുകളെ കാണിച്ചെങ്കിലും അതിൽ നിന്ന് ഒരാൾ പോലും ഒരു എൻക്വയറി നടത്തിയില്ല എങ്കിൽ നഷ്ടമാർക്കാണ്, എനിക്കാണല്ലേ. ഇതൊരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സാണ്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് നമുക്ക് വരാം. ഞാനൊരു ക്യാമ്പയിൻ റൺ ചെയ്യാണ്. ഞാൻ എൻ്റെ ക്യാമ്പയിൻ ഇന്ന ലൊക്കേഷനിലേക്കാണ്, എനിക്കറിയാം ഏത് ലൊക്കേഷനിലാണ് റൺ ചെയ്യേണ്ടത്. ഞാൻ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുത്തു. ആ ലൊക്കേഷനിലുള്ള അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയാം, ആ കണ്ട ആളുകൾക്ക് എത്ര രൂപ ആയി എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇതുവഴി കിട്ടും. ഇനി നിങ്ങൾ പറ, എത്ര രൂപയാവും ഞാൻ ആ ഒരു 10 ലക്ഷം ആളുകളിലേക്ക് കാണിക്കണമെങ്കിൽ? ചിലപ്പോൾ കൂടിപ്പോയി ഒരു 10,000 രൂപ. 10,000 രൂപയ്ക്ക് എനിക്ക് ഈ 10 ലക്ഷം ആളുകളെ കാണിക്കാം. പോട്ട് ഇനി മാക്സിമം ഞാൻ പറയുകയാണ് ഒരു 25,000 അല്ലെങ്കിൽ പോട്ട് 50,000. അത്രയും കോസ്റ്റും കാര്യങ്ങളും ഞാൻ 50,000 രൂപ 10 ലക്ഷം ആളുകളെ കാണിക്കാൻ മാക്സിമം എമൗണ്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈവൻ അവയർനെസ് ക്യാമ്പയിനിൽ പോലും ഞാൻ ഇത്ര ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് 10 ലക്ഷം പേരെ കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 50,000 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ 50,000 രൂപയും മുടക്കിയുള്ളൂ. 2.5 ലക്ഷം രൂപയും 50,000 രൂപയും വെച്ച് നോക്കുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപ എൻ്റെ പോക്കറ്റിലിരിക്കും അല്ലേ. അപ്പം ബിസിനസ് പേഴ്സൺസ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, റിസൾട്ട് ഓറിയൻറ്റഡ് ആകുമ്പം എങ്ങനെ പോയാലും ഞാൻ 50,000 രൂപയ്ക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സെയിൽ എനിക്ക് ഉറപ്പാണ് അല്ലേ. അവിടെ നിന്നൊരു 10 സെയിൽ എനിക്ക് ഉറപ്പിക്കാം. 50,000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു. ഈവൻ ചെറിയ എമൗണ്ട് ആണെങ്കിലും, ഈവൻ കുറച്ചും കൂടി അത്യാവശ്യം ഇതായിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും, ഞാൻ കോടിക്കണക്കിനുള്ള എമൗണ്ടിൻ്റെ കാര്യമല്ല പറഞ്ഞത്, പക്ഷെ ചെറിയ എമൗണ്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ 50,000 rupees ഉറപ്പായിട്ടും ഫോർ ഷുവർ ഒരു 10 എന്താ പറയുക ഇതെങ്കിലും കൺവേർഷനെങ്കിലും നടന്നിരിക്കും. അപ്പം മറ്റേടത്ത് എനിക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം ആളുകളുടെ അടുത്ത് എത്തി, അവർ കണ്ട്, അവർ വായിച്ചു നോക്കി, അതിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. മറ്റേടത്ത് അങ്ങനെയല്ല, അവിടെ എനിക്ക് റിസൾട്ട് നോക്കി പറയാൻ പറ്റും എത്രയാണ്, എത്ര രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളത്. ഇതാണ് ഒരു വ്യത്യാസം. ഇനി പണ്ട് കാലത്ത് ഈ പറഞ്ഞ നോട്ടീസ് മാത്രമല്ല, ഹോർഡിങ്സ് ഉണ്ടായിരുന്നു, വലിയ വലിയ ഹോർഡിങ്സുകൾ അറിയാമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം എന്താ പറയുക, RJസിൻ്റെ ഒക്കെ നമ്മുടെ മറ്റേ റേഡിയോ ഒക്കെ വഴി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള രീതികളിൽ പരസ്യങ്ങൾ പോകുമായിരുന്നു. പക്ഷെ ഇന്നിപ്പം എത്രത്തോളം നമ്മൾ അനൗൺസ്മെൻറ്റുകൾ കാണാറുണ്ട്. നാട്ടിൻപുറങ്ങളാണെങ്കിൽ മാത്രം നമുക്ക് വളരെ ചെറുതായിട്ട്
പഴയ പോലെ അത്രയില്ല. പണ്ടൊരു സിനിമ റിലീസ് ആണെങ്കിൽ പോലും അത് അനൗൺസ്മെന്റിലൂടെ വിളിച്ചു പറയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനൊന്നും ഇല്ല. പക്ഷെ എന്തുണ്ട്, ചെറുതായിട്ട് ചിലപ്പോൾ കൂടുതലും മരണത്തിനൊക്കെ ആയിരിക്കും, അല്ലാണ്ട് വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു കടയൊക്കെ ജസ്റ്റ് ഒന്ന് വരികയാണെങ്കിൽ ലോക്കലി മാത്രം, ഞാൻ പറയുന്ന കുറച്ചുകൂടി വില്ലേജ് ആയിട്ടുള്ള, വില്ലേജിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റൂ. സിറ്റി ലെവലിൽ എപ്പോഴാണ് കേൾക്കുന്നത്, നമ്മൾ പാർട്ടിയുടെ തന്നെ എന്താണ് ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ, അങ്ങനെയുള്ള അനൗൺസ്മെന്റുകൾ, വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്. അല്ലാതെ നമ്മൾ കേൾക്കുന്നില്ല അല്ലേ. ഇപ്പം അങ്ങനത്തെ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് വളരെ കുറവാണ്. ഇതിനെയാണ് ട്രഡീഷണൽ എന്ന് പറയുന്നത്. പണ്ട് പഴയ രീതിയിൽ, അതാണ് ഈ ബോർഡുകൾ, ഹോർഡിങ്സ് ഇപ്പോഴും ഉണ്ട്. സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുകയാണെങ്കിൽ മെയിൻ റോഡ് വഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം. അതെന്താണ്, അവിടെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അതുവഴി പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ എന്തായാലും ഒന്ന് നോക്കിപ്പോകും, കാര്യം ഓടിച്ചു പോവല്ലേ, ഡ്രൈവിംഗ് അല്ലേ. സോ അവിടെയൊക്കെ നോക്കും. അതല്ലാണ്ട് പരസ്യങ്ങൾ വളരെ കുറഞ്ഞു, ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പൊ പല പത്രങ്ങളും എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിലുള്ള പബ്ലിഷൊന്നും ചെയ്യുന്നില്ല. കാര്യം ആളുകൾ പത്രം വായിക്കുന്നതിൻ്റെ ഇത് കുറഞ്ഞു. ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി വായിക്കാം, അതും ഫ്രീ ആയിട്ട്. അപ്പം എന്തിനാണ് ഇതുപോലെ ഒരു പത്രത്തിന് ഇത്ര രൂപ വെച്ചിട്ട് മാസം ഇതുപോലെ 500ഉം 1000 രൂപയൊക്കെ കൊടുത്തിട്ട്, ഇപ്പം 600 രൂപയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. പിന്നെ രണ്ടാമത്തെ കാര്യം, സമയമില്ല ഇന്നത്തെ കാലത്ത് ആളുകൾക്ക്. ഒരുവിധപ്പെട്ട എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പം ഒരു വീട്ടിൽ 2 പേരും വർക്കിംഗ് ആയിരിക്കാം ചിലപ്പം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ടൈമിന് ഇടയിൽ ഇവർക്ക് പത്രം വായിക്കാനുള്ളൊരു സമയമില്ല. ഇപ്പം നമ്മുടെ പാരൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ, അവർക്കിപ്പോൾ സമയമുണ്ട്, റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വായിക്കാൻ ഓക്കെയാണ്. പക്ഷെ അല്ലാത്ത ആളുകളുണ്ട് അല്ലേ, ജോലിക്ക് പോകുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം തീരെ പറ്റില്ല. പണ്ട് റെയിൽവേ ട്രെയിനിനകത്തൊക്കെ ആളുകൾ പത്രം വരുമായിരുന്നു. ഇപ്പം വരുന്നില്ല എന്നല്ല, അപ്പോൾ 1 or 2 പേര് വിരലിൽ എണ്ണിയാലായി, അല്ലാതെ ഭയങ്കര കുറവാണെന്നേ. പണ്ടത്തെ പോലെയല്ല, മാറി. ഇപ്പം എല്ലാം അവൈലബിൾ ആണ് ഓൺലൈനിൽ. നമ്മുടെ ഫോൺ എടുക്കുക, ഇന്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാ ആക്സസ് നമുക്ക് എന്താണോ വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ കിട്ടും. സോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പഴയ പോലെയല്ല, പാറ്റേൺ മാറി. അപ്പം ആളുകൾ കുറച്ചുകൂടി ആക്റ്റീവാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയാസിൽ. ആളുകളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള കൂടുതൽ പൈസ മുടക്കി കുറേ സമയം, ഇപ്പോൾ 10 ലക്ഷം പോസ്റ്റേഴ്സ് ഞാൻ പ്രിന്റ് ചെയ്ത് എടുക്കുന്നതിനൊരു സമയമുണ്ട്. അതിന് ഡിസൈൻ ചെയ്യണം, ചാർട്ട് ചെയ്യണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം, എല്ലാം ഫൈനൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ കൊടുക്കേണ്ടത്. അവിടുന്ന് ഒരു പ്രിന്റ് എടുത്ത് അത് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഈ പറഞ്ഞ 10 ലക്ഷം കോപ്പീസ് അടിക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അതിൽ റെക്ടിഫിക്കേഷൻ വരുത്തി അത് പിന്നെ ഫൈനൽ ചെയ്ത് പിന്നെ ഒന്നും കൂടി എടുത്ത് ഈ പ്രോസസ്സ് ചെയ്യണം ഞാൻ അല്ലേ. റിപ്പീറ്റഡ് പ്രോസസ്സാണ്. കാര്യം ആളുകളിലേക്ക് എത്തുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ട് എങ്കിൽ എന്ത് നടക്കും, ആളുകൾ അത് വായിക്കും, അത് ചിരിക്കും. ഇപ്പം ഞാൻ കൊടുത്ത 10 ലക്ഷം ആളുകളും വായിക്കത്തില്ലെങ്കിൽ പോലും ഒരു 5 ലക്ഷം പേരെങ്കിലും വായിക്കത്തില്ല, അതിൻ്റെ പകുതി എടുക്കാം നമുക്ക്. ഈ 5 ലക്ഷം പേരും പെട്ടെന്ന് മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിച്ചാൽ അവർ ചിരിക്കും, നമ്മുടെ ബ്രാൻഡിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. പിന്നീട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പോലും ആ തെറ്റ് പറ്റിയ കമ്പനി അല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. മിസ്റ്റേക്സ് ആളുകൾ എപ്പോഴും ഓർത്തിരിക്കും, പോസിറ്റീവ്നെസ് ഒന്നും ആരും ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് ഇനി ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒന്ന്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ പോസ്റ്റുകളായിക്കോട്ടെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. കാര്യം ഈവൻ ചെറിയ മിസ്റ്റേക്സ് വന്നാൽ പോലും അത് നാളെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കമ്പനീനെ കളിയാക്കി പറയാനുള്ളൊരു സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പം എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഇതാണ് എൻ്റെ വ്യത്യാസം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം എനിക്ക് എത്ര ഓഡിയൻസ് സൈസ് എന്ന് അറിയാൻ പറ്റും, ഏതൊക്കെ ഓഡിയൻസ് ആണ്, ഏതൊക്കെ ലൊക്കേഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഞാനൊരു ഓൾ ഇന്ത്യ ലെവലിലേക്കാണ് ആ ക്യാമ്പയിൻ പോകേണ്ടെങ്കിൽ ഞാൻ എത്ര കോടികൾ മുടക്കേണ്ടി വരും. അവിടെയാണ് എനിക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാം, ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും എനിക്ക് ക്യാമ്പയിൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവാണ്, റീച്ച് ഭയങ്കര കൂടുതലാണ്, കാണുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് അവർ ഇതിനകത്താണ്
അല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവർ എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് നമ്മൾ എത്തിച്ചാൽ മതിയല്ലോ. മറ്റേടത്ത് അങ്ങനെയാണോ? അങ്ങനെ ടാർഗറ്റിംഗ് ഓഡിയൻസ് ഇല്ല. എല്ലാവരും കാര്യം വഴിയെ കൂടി പോകുന്ന എല്ലാവരും കണ്ടേ പറ്റും അത് അവിടെ നിൽക്കുകയാണെങ്കിൽ. പക്ഷെ അത് അട്രാക്റ്റീവ് അല്ലെങ്കിൽ അവരതും നോക്കത്തില്ല. അപ്പം കോസ്റ്റ് വൈസ് ആണെങ്കിലും ടൈം വൈസ് ആണെങ്കിലും ഓഡിയൻസിൻ്റെ സൈസ് വൈസ് ആണെങ്കിലും എൻഗേജിങ് ആണെങ്കിലും ഏത് നോക്കിയാലും ത്രാസ് എപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. ഇപ്പോൾ പണ്ടത്തെ പോലല്ല ആളുകളുടെ ചിന്താഗതികളൊക്കെ മാറി. ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രഡീഷണൽ വേ വളരെ കുറഞ്ഞു. ചെയ്യുന്നില്ല എന്നല്ല, ചില ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല. അത് നിങ്ങളുടെ ബിസിനസ് നോക്കുക, നിങ്ങളുടെ നിഷിന് അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ചില സമയത്ത് എക്സാമുകൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ നിശ്ചിലുള്ള ആളുകൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ചിലപ്പോൾ പോസ്റ്റർ ഇതുപോലെ കൊടുക്കേണ്ടി, അവിടെ നമുക്ക് വാട്സപ്പ് അവരുടെ നമ്പർ ചോദിച്ച് നമുക്ക് അവരിലേക്ക് ഡിജിറ്റലായിട്ടുള്ള PDF കാര്യങ്ങളൊന്നും അയക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ഈ ഒരു സാധനം കൈയോടെ കൊടുത്ത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അവർ വിളിക്കാതിരിക്കാം, അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ അതിന് ചാൻസസ് ഉണ്ട്. അപ്പം പ്രോഡക്റ്റ് നോക്കുക. പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെ സെല് ചെയ്യാം, എവിടെയായിരിക്കും നിങ്ങളുടെ ഓഡിയൻസ് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നാളെ നിങ്ങളുടെ ഇപ്പം ചില സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞെങ്കിലും ചില സെഗ്മെൻറ്റിന് എന്ത് വേണം? ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേണം. അത് ചെയ്തേ പറ്റൂ. അവർക്ക് കുറച്ചുകൂടി അവയർനെസ് കിട്ടും. ഇപ്പം ഈ ടെക്സ്റ്റൈൽസ് ബ്രാൻഡ്സിനൊക്കെ കുറച്ചുകൂടി നല്ലതാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഹോർഡിങ്സ് ഒക്കെ വെക്കുന്നതൊക്കെ. കാര്യം ആളുകൾ വഴി കൂടി പോകുമ്പോൾ പ്രത്യേകിച്ചും വിമൻസിനെ അട്രാക്ട് ചെയ്യാൻ നല്ലൊരു പോസ്റ്റർ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡ്രസ്സ് പോലത്തുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പം അവർ ഓട്ടോമാറ്റിക്കലി ഒന്ന് നോക്കും. ഞാൻ ലേഡീസിനെ അങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ് കുറച്ചുകൂടി ഷോപ്പിങ്ങിൽ അറിയാമല്ലോ, കുറച്ചുകൂടി ക്രേസ് വിമൻസിനാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സാധനം വഴി കൂടി ഇങ്ങനെ നല്ല ബോർഡൊക്കെ വെക്കുമ്പം എല്ലാവരും നോക്കും. സ്വാഭാവികം, അതിൽ തെറ്റൊന്നും പറയാനില്ല. കാണാൻ വേണ്ടിയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണെങ്കിൽ അവരുടെ മനസ്സിൽ ആ പേര് ഓർത്ത് വെക്കും. അവർ നാളെ ഫ്യൂച്ചറിൽ വാക്കിങ് ചെയ്ത് വരാം. അപ്പോൾ മെട്രിക്സ് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് പാടാണ്. അവർ വന്നിട്ട് ഒരിക്കലും പറയത്തില്ല അയ്യോ ഞാൻ നിങ്ങളുടെ ഹോർഡിങ്സ് ലൊക്കേഷനിൽ കണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഞാൻ വരുന്നതെന്ന് പറയത്തില്ലല്ലോ അവർ, അല്ലേ? ആര് പറയാനാ? അവർ ചിലപ്പോൾ നമ്മളുടെ കൂടെ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പം ഞാൻ നിങ്ങളുടെ എന്താ പറയുക ഹോർഡിങ്സ് ഇങ്ങനെ ഇന്ന ലൊക്കേഷനിൽ കണ്ടായിരുന്നേ, അത് കണ്ടപ്പോഴേ ഞാനത് മനസ്സിൽ വിചാരിച്ചിരുന്നതാ ഇവിടെ വരണം ഒരു ദിവസം. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഇതൊക്കെ പേരൊക്കെ സേവ് ചെയ്തിട്ട് പിന്നെ ഇന്നിപ്പോൾ ഫ്രീ ആയപ്പോഴേ ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല നിങ്ങൾ? അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ എങ്ങനെ കൗണ്ട് നോക്കിയാലും ബെറ്റർ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില സെഗ്മെൻറ്റിന് മാത്രമാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ചില സെഗ്മെൻറ്റ്സിന് കംപ്ലീറ്റ്ലി അത് അട്ടർ ഫെയിലിയർ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് അനുസരിച്ച് വളരെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ എവിടെ തന്നെയാണ്? സോഷ്യൽ മീഡിയ തന്നെയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പേയ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാം. ഇൻ ദ സെൻസ് ഓർഗാനിക്കലി നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഓർഗാനിക്കലി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഓർഗാനിക്കലി നമുക്ക് കുറേ വൈറലാകാൻ പോകുന്ന കോണ്ടന്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്ത് പോസ്റ്റിനും റീലിനും ഒക്കെ കൂടുതൽ എൻഗേജ്മെൻറ്റ് കൂട്ടിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ആക്റ്റീവ് ആക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഉടനെ കയറി അങ്ങ് സംസാരിക്കുന്നത്, നമുക്ക് പതുക്കെ സംസാരിച്ച് പോകാം. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് കാട് കയറി പോയെന്ന് തോന്നുന്നു. അപ്പം പേടിക്കേണ്ട, നമ്മൾ ഇനി കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിയോററ്റിക്കൽ മാറി പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകും. ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിനെ പറ്റിയിട്ടുള്ള നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ പുതിയ കോൺസെപ്റ്റുകളെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ഫ്യൂച്ചർ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.